الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെല്ലാ ആഴ്ചയിലും കേൾക്കാറുള്ളതാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടുകൂടി ജീവിക്കണം എന്ന്. തഖ്വ ഉപദേശിക്കാതിരുന്നാൽ ഒരു ഖുത്ബ ശരിയാവില്ല. ഖുത്ബയുടെ ഷർത്തുകളിൽപ്പെട്ടതാണ് തഖ്വ കൊണ്ട് ഉപദേശിക്കണം എന്ന്. എന്താണ് തഖ്വ? ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സൂക്ഷ്മത? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കൽപ്പിച്ചതെല്ലാം സ്വീകരിക്കുകയും വിലക്കിയതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തിയുള്ളത് മാത്രം ചെയ്യുകയും അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. തഖ്വയുടെ ആകെ തുക അതാണ്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിന് അതിന് നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ ഒരാത്മാർത്ഥതയും ഉണ്ടാവണം. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതാണ് ഇബാദത്തുകൾ. ഒരു മനുഷ്യന്റെ തഖ്വ ലഭിക്കാൻ, അവന്റെ ജീവിതത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ, ധൈര്യവും സ്ഥൈര്യവും ലഭിക്കാൻ ഇബാദത്തുകളെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
മനസ്സിൽ ആശങ്കകളും പ്രയാസവും ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ആ നമസ്കാരമാണ് ഇബാദത്തുകളിൽ ഏറ്റവും സയ്യിദുൽ ഇബാദ, ഇബാദത്തുകളുടെ നേതാവ്, ശ്രേഷ്ഠമായ അഫ്ളലുൽ ഇബാദ എന്നെല്ലാം പറയുന്നത് നമസ്കാരമാണ്. ആ നമസ്കാരം ഒരു മനുഷ്യൻ കൃത്യവും വ്യക്തവുമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് തഖ്വയുണ്ടാകും, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാല യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എനിക്ക് ചുരുങ്ങിയ ചില വാക്കുകളിലായിക്കൊണ്ട് അല്ലെ ചുരുങ്ങിയ ഒരു ഉപദേശം എനിക്ക് അങ്ങ് തരണം, പഠിപ്പിച്ചു തരണം എന്ന്. അതിലെല്ലാം ഉണ്ടാവണം. അങ്ങനെ ചുരുങ്ങിയ ഉപദേശം എനിക്ക് തന്നാലും. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. ഇദാ കുൻത ഫീ സ്വലാതിക, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നവനെ പോലെ നീ നമസ്കരിക്കുക എന്ന്. ഒന്നാമതായി കൊടുത്ത ഉപദേശം ഇതാണ്. ഈ ലോകത്തിൽ നിന്ന് മരിക്കാൻ പോകുന്ന, ഈ ലോകത്തുനിന്ന് അങ്ങ് മരിച്ചു പോകാൻ പോകുന്ന ആൾ നമസ്കരിക്കുന്നത് പോലെ നീ നമസ്കരിക്കുക എന്നാണ്. ഒരാളെ കൊലശിക്ഷയ്ക്ക് വിധിച്ചാൽ, വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ, അയാളെ വധിക്കാൻ പോകുമ്പോൾ അയാൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ അവസരം കൊടുത്താൽ ആ നമസ്കാരം എങ്ങനെ ഉണ്ടാവും? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി അദ്ദേഹത്തിന് നമസ്കരിക്കാൻ അവസരം കൊടുത്താൽ അദ്ദേഹത്തിന് നമസ്കാരം എത്രമാത്രം ഭക്തി ഉണ്ടാകുമോ, എത്രമാത്രം തഖ്വയുണ്ടാകുമോ, അതുപോലെ നീ നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമതായി ഇവിടുന്ന് പറഞ്ഞു, വലാ തകല്ലമി ബികലാമിൻ തഅതദിറു മിൻഹു. നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ മറുപടി പറയേണ്ടുന്ന ഒരു കാര്യം പറയാതിരിക്കുക, എക്സ്ക്യൂസ് പറയേണ്ടുന്ന ഒരു കാര്യം പറയാതിരിക്കുക. സംസാരിക്കുമ്പോൾ ആ സംസാരിച്ചതിന്റെ പേരിൽ അതിന് മറുപടി പറയേണ്ടുന്ന അത്തരം വർത്തമാനങ്ങൾ പറയാതിരിക്കുക. മൂന്നാമത്, ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക എന്ന്. ജനങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് നീ ആഗ്രഹിക്കണ്ട, നീ പടച്ചവനോട് ചോദിച്ചു വന്നു. ഈ 3 ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോട് ഉപദേശം തേടി വന്ന ആൾക്ക് ചുരുക്കി കൊടുത്തത് എന്ന്. അപ്പോൾ ഒന്നാമതായി പറഞ്ഞത്, ഇദാ കുൻത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. നീ നമസ്കരിക്കാൻ നിന്നാൽ വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കുക. നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിടവാങ്ങുന്നപ്പോൾ നമസ്കരിക്കും. നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് നമസ്കാരമാണ് എന്ന്. ആ നമസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അവനെ ഏത് പ്രതിസന്ധിയിലും അവന്റെ നമസ്കാരം അവനെ രക്ഷക്കെത്തും. നോക്കൂ, എങ്കിൽ ആ നമസ്കാരം ഇഖ്ലാസ് ഉള്ളതാവണം. അത് ഒരു വിടവാങ്ങുന്നവരുടെ നമസ്കാരം പോലെയാവണം. പലപ്പോഴും നമ്മുടെ ആശങ്കയാണ് നിസ്കാരത്തിൽ നമുക്ക് ഭക്തി കിട്ടുന്നില്ല എന്നത്. നമ്മൾ പരസ്പരം പറയാറുണ്ട്, നിസ്കരിക്കാൻ നന്നായി തഖ്വ കിട്ടണില്ല, മനസ്സിന് അസ്വസ്ഥത, ചിലപ്പോൾ നിസ്കാരം എവിടെ എത്തിയെന്ന് അറിയൂല. ഞാൻ 3 ആണോ നിസ്കരിച്ച് 4 ആണോ നിസ്കരിച്ച് എന്നറിയൂല. അല്ല, ഇമാമിന് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ നിന്നാൽ സലാം കൂട്ടുമ്പോഴാ പലതറിയാം, ഓ നിസ്കാരം കഴിഞ്ഞില്ലേ, വേറെ എവിടേക്കോ ആണ്. ഇമാമ സലാം കൂട്ടുമ്പോഴാണ് നമസ്കാരം കഴിഞ്ഞു എന്നറിയുന്നത്. അതിനുള്ള പരിഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിടവാങ്ങുന്നവനെ പോലെ നമസ്കരിക്കുക. എങ്ങനെയാ ഇതിന് സാധിക്കുക? എങ്ങനെയാ ഇത് സാധ്യമാവുക?
അതിന് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായി നമ്മുടെ നമസ്കാരം മുനാഫിക്കുകളുടെ നമസ്കാരമാണോ എന്ന് ശ്രദ്ധിക്കുക, ഭയപ്പെടുക. മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അവർ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുക എന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടിയന്മാരായി നിൽക്കും എന്നാണ്. മടി ഉണ്ടാവാൻ രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാരണം വയറ് നിറയുക എന്നുള്ളതാണ്. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ മടി, അലസതയൊക്കെ വരും. അതുപോലെ തന്നെ ഉറക്കം വരുന്ന സമയത്ത് നമസ്കരിക്കുക. രാത്രി ഇങ്ങനെ ഇരുന്ന് അനാവശ്യമായി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇരുന്ന് അവസാനം ഉറക്കം വരുമ്പോ പോയി നമസ്കരിക്കുക. ആ നിസ്കാരത്തിനും എന്തുണ്ടാവില്ല? ഇഖ്ലാസ് ഉണ്ടാവില്ല. അതുപോലെ വിശക്കുന്ന സമയത്ത്, നോമ്പുള്ള സമയത്തല്ല, അല്ലാത്ത സമയത്ത് വിശക്കുമ്പോ നല്ല വിശപ്പുണ്ടെങ്കിൽ അപ്പോഴും മടിയും അലസതയും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് നമസ്കരിക്കാൻ പോകുമ്പോൾ അല്ലാഹു റസൂൽ വെള്ളം കുടിക്കുമായിരുന്നു എന്നാണ്. നമസ്കരിക്കാൻ പോകുമ്പോൾ വെള്ളം കുടിക്കുമായിരുന്നു. ഒരു കപ്പ്, ഒരു പാത്രം വെള്ളം റസൂൽ കുടിക്കുമായിരുന്നു. നമസ്കരിച്ച് വന്നാലും നബി അതുപോലെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ നബിന്റെ ആദത്താണ്. ഇത് നമ്മൾ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദിയായ സുന്നത്താണ്. എന്തുകൊണ്ടെന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊന്നും 3 നേരം വിശപ്പ് മാറി ഭക്ഷണം കിട്ടിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. 3 നേരം വിശപ്പ് മാറുവോളം ഭക്ഷണം കിട്ടിയ ദിവസങ്ങൾ വിരളമാണ് റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാൻ നിൽക്കാൻ പോകുമ്പോൾ, അതുകൊണ്ടായിരിക്കാം അല്ലാഹു അഅലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ളമെങ്കിലും കുടിച്ച് വയർ നിറച്ച് നിസ്കരിക്കാൻ നിൽക്കണം. ഭക്ഷണം ഉണ്ടെങ്കിൽ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ പോലും വിശന്ന് അവശനാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ്. ഭക്ഷണത്തിന്റെയും അതുപോലെ വിസർജനം, മലമൂത്ര വിസർജനത്തിന് ഒരാൾക്ക് അതിയായ ആശങ്കയുണ്ടെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി, അത് കഴിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പാടുള്ളതാണ്. അല്ലെങ്കിൽ അവന്റെ നിസ്കാരം അവിടെ അല്ല ഉണ്ടാവുക, കക്കൂസിലായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തലികയിലായിരിക്കും. അതുകൊണ്ട് ഈ 2 ആവശ്യങ്ങൾക്ക് മുന്നിൽ നമസ്കാരമില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ യാതൊരു മടിയുമില്ലാതെ വളരെ ഇഷ്ടത്തോടുകൂടി നമസ്കരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ആകാശ ലോകത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് നൽകിയ സമ്മാനമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ നാളെ അള്ളാന്റെ ആ മഹ്ശറിൽ ആ ഖുറാസിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭമാണ് ആ നമസ്കാരത്തിന്റെ മഹത്വം അറിയുക. അപ്പോൾ അത്രമാത്രം മഹത്വമുണ്ട് നമസ്കാരത്തിന്. മാത്രമല്ല, മുനാഫിക്കുകളുടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. അവർ അള്ളാഹുവിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നിസ്കാരത്തിൽ ഓർക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വേറെ എവിടെയെങ്കിലാണ്. മുനാഫിക്കുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വളരെ കുറച്ച് അള്ളാഹിനെ കുറിച്ച് ഓർക്കുള്ളൂ, ബാക്കിയുള്ള സമയത്ത് മറ്റെവിടെയെങ്കിലും ആയിരിക്കുന്നു. അങ്ങനെ ആവുന്നുണ്ടോ എന്റെ നിസ്കാരം എന്ന ഭയം ഉണ്ടാവുക. ആ ഭയത്തോടെ നിസ്കരിക്കാൻ ഉണ്ടാവില്ല, അതുണ്ടാവില്ല. അങ്ങനെ ശ്രദ്ധിക്കുക. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. റബ്ബ് തആല പറഞ്ഞു, നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂടെയാണ് അല്ലാഹു. വഖാല അല്ലാഹു ഇന്നി മഅകും ലഇൻ ഖംതും അസ്സലാഹ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നി മഅകും, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ലഇൻ ഖംതും അസ്സലാഹ്, നിങ്ങളുടെ നമസ്കാരത്തിന് നേരെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, സ്നേഹിച്ചുകൊണ്ടിരിക്കും, വീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മൂന്നാമതായി മനസ്സും ശരീരവും ഒരേപോലെ നമസ്കാരത്തിൽ ഉണ്ടാവണം. നമസ്കാരം ഇഖ്ലാസുള്ളതാവാൻ മനസ്സും ശരീരവും നമസ്കാരത്തിൽ ഉണ്ടാവണം എന്നാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. യസാലുല്ലാഹു അസ്സ വജല്ല മുഖബിലൻ അലൽ അബ്ദി, അല്ലാഹു ഒരു അടിമയുടെ കൂടെയായിരിക്കും. ഫീ സ്വലാത്തിഹി, അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടവനെ മുന്നിൽ ഇങ്ങനെ റബ്ബ് നിൽക്കും. അവനെ ആ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു നോക്കും.
മാലം യൽതഫിത് ഇദാ സറഫ വജ്ഹുഹു സറഫ അൻഹു മാലം യൽതഫിത്, ഏതുവരെ അവൻ ആ നമസ്കാരത്തിൽ അനങ്ങാത്തത് വരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനെങ്കിൽ നിന്ന് ആ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി ആ വാക്കുകളൊക്കെ ദുആകളൊക്കെ ചൊല്ലി ആത്മാർത്ഥമായി അച്ചടക്കത്തോടെ നമസ്കരിക്കാൻ അള്ളാഹു അവനെ ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ എങ്ങോട്ടെങ്കിലും മുഖം തിരിച്ചാൽ അവനിൽ നിന്ന് അള്ളാഹുവും തിരിഞ്ഞു കളയും എന്നാണ്. അപ്പൊ നിസ്കരിക്കുമ്പോ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പുട്ട് നോക്കി പായന്റെ പുല്ല് നോക്കി അല്ലെങ്കിൽ അതിന്റെ എതള് നോക്കി അല്ലെങ്കിൽ ചുമരിന്റെ പെയിന്റ് നോക്കി ഇങ്ങനെ പലതിലേക്ക് നോക്കിയിട്ട് മുഖം തിരിച്ചു കളഞ്ഞാൽ അള്ളാഹു ആ നോട്ടം തിരിക്കും, അള്ളാഹ് നോക്കില്ല പിന്നെ. അതുകൊണ്ട് നമസ്കാരത്തിൽ നിങ്ങൾ തലതിരിക്കാതെ മുഖം തിരിക്കാതെ ആ തഖ്വയോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ഇഷ്ടത്തോടെ. അപ്പൊ ആ ചിന്ത ഉണ്ടെങ്കിൽ മനസ്സ് മറ്റെവിടേക്കും പോവില്ല, തഖ്വയോടെ നിസ്കരിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ തഖ്വ കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതാണ് അടുത്ത മാർഗം, അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. ഇല്ലേ, നമ്മള് കഴിഞ്ഞ ഒരു ഖുതുബിൽ പറയുകയുണ്ടായി, അള്ളാഹുവേ നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും എന്നെ സഹായിക്കണേ അല്ലാഹ്. അത് പ്രാർത്ഥിക്കുക നമസ്കാരം കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശൗ. നമസ്കാരത്തിൽ തഖ്വയില്ലാത്ത, ആരാധനയിൽ തഖ്വയില്ലാത്ത ആളുകൾ, ആത്മാർത്ഥമില്ലാത്ത, ചോർന്നു പോകുന്നു എന്ന് ഭയപ്പെടുന്ന ആളുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശൗ. അല്ലാഹുവേ നിന്നെ ഭയപ്പെടാത്ത, ഖുശൂഇല്ലാത്ത, ഭക്തിയില്ലാത്ത ഒരു മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഉ, മതിവരാത്ത, എന്ത് കിട്ടിയാലും മതിയാകാത്ത ആർത്തിയുള്ള ഒരു മനസ്സിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അത് വലിയൊരു വിഷയമാണ് അല്ലെ, ഇത് രണ്ടും വലിയ വിഷയമാണ്. ഒന്ന്, ഇബാദത്തുകൾ തഖ്വയില്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം നഷ്ടപ്പെടുന്ന വിഷയമാണ്. രണ്ട്, മനസ്സിന്റെ ആർത്തി എത്ര കിട്ടിയാലും അലച്ച മാറില്ല അല്ലെ. പിന്നെ ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങി അവിടെ ആക്കി ഇതാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അവിടെ നിന്നാണ് പറഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ചാടിക്കളിയുടെ കുട്ടിരാമ എന്ന് കുരങ്ങനോട് കുരങ്ങന്റെ കളിക്കാരൻ പറയുന്നത് പോലെ ദുനിയാവിന്റെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആകെ ഒരു ചാടിക്കളിയായിരിക്കും, ആകെ ടെൻഷനായിരിക്കും. എന്താണ്? കിട്ടിയതിന് മതി വരുന്നില്ല, മനസ്സിന് സമ്മതിക്കണം, മതി അവിടെ ഇരിക്കുന്ന സമ്മതിക്കണില്ല, ഓടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളത് വല്ലാത്തൊരു അപകടമാണ്. അതുകൊണ്ട് അല്ലാഹുവേ മതിവരാത്ത മനസ്സിൽ നിന്നും ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും. ചില ആളുകൾക്ക് വലിയ വിവരമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല, അവരെ വർത്തമാനങ്ങളും പെരുമാറ്റമൊക്കെ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൽമുണ്ടായാൽ പോരാ, ആ ഇൽമു ഉപകരിക്കണം. അതുകൊണ്ട് അല്ലാഹുവേ ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും അല്ലാഹുവേ സ്വീകരിക്കപ്പെടാത്ത ദുആകളിൽ നിന്നും, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പൊ നമസ്കാരത്തിന് ഖുശൂ ഇല്ലെങ്കിൽ, തഖ്വ ഇല്ലെങ്കിൽ ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ നന്മകളിൽ നിന്ന് അല്ലാഹു ആദ്യമായി ഉയർത്തുക അൽ ഖുശൂ, അവരുടെ മനസ്സിലുള്ള ഭയഭക്തിയാണ് ഞാൻ ആദ്യം ഉയർത്തിക്കളയുക എന്ന് അല്ലാഹു റസൂൽ പറയുന്നു. അല്ലാഹു ആദ്യമായി നമ്മുടെ തഖ്വയിൽ നിന്ന്, ഈമാനിൽ നിന്ന്, അമലുകളിൽ നിന്ന് അല്ലാഹു ഉയർത്തുക ഖുശൂ ആണ്. തഖ്വയില്ലാത്ത മനുഷ്യന്മാരായിരിക്കും, പിന്നെ ഒരു ഭക്തിയില്ലാത്ത മനുഷ്യന്മാരായിരിക്കും. ഏതുവരെ എന്നാൽ ഭക്തിയുള്ള ഒരാളെ പോലും കാണാനാവാത്ത വിധം അല്ലാഹു മനുഷ്യരുടെ മനസ്സിൽ നിന്ന് തഖ്വ എടുത്തു കളയും, ഖുശൂ എടുത്തു കളയും.
ഭയഭക്തി എടുത്ത് കളയുന്നതാണ്. അതുകൊണ്ട് റബ്ബിനോട് എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, പടച്ചവനെ തഖ്വയില്ലാത്ത മനസ്സിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമസ്കാരം തഖ്വയുള്ളവന്റെ നമസ്കാരമാണ്. തഖ്വ ഉള്ളവന്റെ നമസ്കാരമാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ എന്ത് വേണം? നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ ഉള്ള മറ്റൊരു വിഷയമാണ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കുക എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്, ചില കാര്യങ്ങൾ അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുകയാണ്, കരാറ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നത്, എന്താണ് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് അറിഞ്ഞു വേണം നിങ്ങൾ പറയാൻ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പറയരുത്. കാരണം റബ്ബിനോട് ഞാൻ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ കൈ കെട്ടിയിട്ട് പറയും, വജ്ജഹതു വജ്ഹിയ അല്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. അല്ലെ, അല്ലാഹുവേ എന്റെ മുഖത്ത് ഞാനിതാ ആകാശഭൂമികളുടെ സൃഷ്ടാവായ നാഥ നിന്നിലേക്ക് ഞാനിതാ തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ടോ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, തീർച്ചയായും എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മവും, അതുപോലെ തന്നെ വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അല്ലാഹു നിനക്കുള്ളതാണ് എന്ന്. എന്നിട്ട് നമുക്ക് തോന്നിയ പോലെ ജീവിക്കുക. അള്ളാഹ്ക്കുള്ളതാണെന്ന് നിസ്കാരം കൈ കെട്ടിയിട്ട് പറയാം, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് തോന്നിയ പോലെ ജീവിക്കുക. എന്തുകൊണ്ടാണ്? ആ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ഗൗരവവും അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞാൽ പിന്നെ റബ്ബ് ഇഷ്ടപ്പെടാത്തതിലേക്ക് പോവില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനകളും ഓരോ പ്രതിജ്ഞകളും നാം അർത്ഥമറിഞ്ഞാൽ നമസ്കാരത്തിന് തഖ്വയുണ്ടാവും, ഒരു ഭയമുണ്ടാവും, ഒരു സൂക്ഷ്മതയുണ്ടാവും. അധികം ആളുകൾക്കും അത്തഹിയ്യാത്ത് തെറ്റാതെ ഓടാൻ അറിയില്ല എന്നുള്ളതാണ്. അത്തഹിയ്യാത്ത് മുതൽ മസ്ജിദ് ദജ്ജാൽ വരെ അക്ഷരം തെറ്റാതെ ഓടാൻ അറിയുന്ന ആളുകൾ കുറവാണ്. എന്താണ്? അത് പഠിക്കാൻ ശ്രമിക്കണം. അത് ഇങ്ങനെ ഒരു ഒഴുക്കായിട്ട് വിടും. ചിലപ്പോൾ ചോദിക്കുന്ന നേരെ വിപരീതമായിരിക്കും. നേരെ വിപരീതമായിട്ട് എനിക്ക് ചോദിക്കുക പടച്ചവനോട്. കാരണം അതിന്റെ മഖ്റജൊന്നും പഠിച്ചിട്ടില്ല, അതും ഓതി പഠിക്കണില്ല അല്ലെ. ഇന്ന് പഠിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാ. മൊബൈൽ ഒന്ന് ചോണ്ടിയാൽ മതി, എല്ലാ പ്രാർത്ഥനയും അതിന്റെ വോയിസോട് കൂടി വരും പഠിക്കാൻ. പക്ഷെ അതിന് നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന പഠിക്കുക നമസ്കാരത്തിന് ഖുശൂഉള്ള ഉണ്ടാവേണ്ട കാരണമാണ്. അടുത്തതായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, അൽഅഹ്ദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത് ഫമൻ തർക്കഹാ ഫഖദ് കഫറ. ഒരു മുസ്ലിമിന്റെയും ഒരു അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം, കരാർ, റബ്ബിനോടുള്ള കരാർ എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ആര് അത് ഉപേക്ഷിക്കുന്നുവോ അവൻ നിഷേധിയായി, കാഫിറായി. അപ്പോ പ്രിയപ്പെട്ട യുവാക്കളെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധ വേണം. കാരണം നിങ്ങളുടെ നമസ്കാരത്തിന് പവർ കൂടുതലാണ്, യുവാക്കളുടെ നമസ്കാരത്തിന് കൂലി കൂടുതലാണ്. നാളെ അള്ളാന്റെ അർശിന്റെ നിഴൽ ലഭിക്കുന്ന പുണ്യമാണത്. അതുകൊണ്ട് തന്നെ യുവത്വത്തിൽ സമയത്തിന് നിസ്കരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ കഷ്ടമാണ്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. അതുകൂടാതെ പിശാച് അവരെ ഒരുപാട് വിഷമിപ്പിക്കും. അതിൽ നിന്നൊക്കെ മാറി കൃത്യസമയത്ത് പള്ളിയിൽ പോയി യുവാക്കള്, ചെറുപ്പക്കാരെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. മാത്രമല്ല, നമസ്കരിക്കാത്ത ആളുകൾ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കുന്ന ഒരു കാഫിറാണെന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഗൗരവം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ആര് നമുക്ക് തുണയില്ലെങ്കിലും പടച്ചറപ്പ് നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ ഒന്നാമതായി ശരിയാകേണ്ട വിഷയമാണ് നിസ്കാരം. അതില്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയോ പ്രാർത്ഥന സ്വീകരിക്കുകയോ ഇല്ല. അത് വളരെ ഗൗരവത്തോടു കൂടി കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വയുള്ള ഖുശൂഉള്ള നമസ്കാരക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി ഹിബ്ബു റബ്ബുനാ വയറുല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ യഥാർത്ഥം സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളണേ എന്ന് സുഖത്തോടുന്ന പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു വീണ്ടും രണ്ടാമതായും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന, അഭിമാനം നൽകുന്ന ഒരു ദിവസമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട് ഇന്ത്യ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു സുദിനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു നാട് എന്നുള്ളത്. ഏതൊരു മനുഷ്യനും ജീവിക്കുന്ന നാടുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടാവും. ഒരാളുടെ സ്വഭാവം നോക്കിയാൽ അവന്റെ ആ മൂല്യങ്ങളിൽ, ക്വാളിറ്റീസിൽ കാണാൻ കഴിയും അവന്റെ രാജ്യത്ത്, അവൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ മൂല്യങ്ങളും അതിന്റെ സ്വഭാവവും. ഓരോ മനുഷ്യനും തങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകൃതിപരമായി, നാച്ചുറലായിട്ട് തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാടിനെ സംരക്ഷിക്കുക, അതിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുക, ഇതെല്ലാം ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കഴിയാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു തരത്തിലും നിങ്ങൾക്ക് വിശ്വാസപരമായി നിലകൊള്ളാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഹിജ്റ പോകാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾ പോകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹം എന്നത് നമ്മുടെ ജീവിതത്തിനോടുള്ള സ്നേഹം പോലെ തന്നെ തുല്യമാണ്. രാജ്യത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അതിന്റെ അർത്ഥം, എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രാജ്യത്തിനോട്, നാടിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള വ്യക്തിയാണ്. രാജ്യസ്നേഹം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ജീവിതത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. മക്കയിൽ നിന്ന് തന്നെ വധിക്കാൻ വളഞ്ഞുകൂടിയ ആ കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ തനിക്കൊരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും സമ്മാനിച്ച, തന്റെ മകളെ കൊന്നുകളഞ്ഞ, തന്റെ കുടുംബവും നാടും സ്വത്തുമെല്ലാം അപഹരിച്ച ആ നാട്ടുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വെറുപ്പുമില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ അതിർത്തി എത്തിയപ്പോൾ ആ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, വല്ലാഹി ഇന്നക ഖൈറു അർദില്ലാഹ്, ഓ മക്ക, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അല്ലാഹുവിന്റെ ഭൂമിയിൽ വളരെ നന്മയുള്ള ഉത്തമമാണ് നീ. വഹബു അർദില്ലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് നീ. വലൗലാ അന്നി ഉഖ്രിജതു മിൻകി മാ ഖറജതു, എന്റെ നാട്ടുകാരെ എന്നെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ, എന്റെ ഈ ജന്മാവകാശത്തിന്റെ പേരിൽ അത് നിഷേധിച്ചുകൊണ്ട് എന്നെ ഈ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകുമായിരുന്നില്ല മക്ക എന്ന് ആ നാട്ടിലേക്ക് നോക്കി കരയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മദീന നാടായി സ്വീകരിച്ചു. ആ മദീനയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയാൽ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജുദറാത്തിൽ മദീന, അകലുന്ന മദീനയുടെ ആ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്റെ നാടിനോടുള്ള സ്നേഹം കൊണ്ട്, അവിടെ എത്രയും വേഗം എത്താനുള്ള ആവേശം കൊണ്ട് ഒട്ടകത്തിനെ കൂടുതൽ വേഗതയിൽ ഓടിക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ താൻ ജീവിക്കുന്ന നാടിനോട് ഏറെ സ്നേഹവും ഏറെ കരുതലും ഉള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം ജീവിക്കുന്ന നമ്മുടെ നാട് ലോകത്തെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമായ മഹത്തായ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. അതുപോലെ ഒരു മഹത്തരമായ ഒരു ഭരണഘടന സൗദി അറേബ്യക്ക് പോലും ഇല്ല.
ഖുർആൻ ഒരു മുഅ്മിനിന്റെ ഒരു വികാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വികാരമായി നിൽക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തെ പോലെ സ്വാതന്ത്ര്യവും സമാധാനവുമുള്ള ഒരു രാജ്യവും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ്. ഏതാനും ചില അപക്വമതികളായ അവിവേകികളായ ആളുകളുടെ പ്രവർത്തനങ്ങളോ വാക്കുകളോ നമ്മൾ മാറ്റിവെക്കുക, മറിച്ച് എല്ലാം നന്മയാണ്. ഒരു സൗരഭ്യമുള്ള സുന്ദരമായ ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യം. നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാളികളിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളാണ്. ഇന്ത്യ ഗേറ്റിൽ നിങ്ങൾ പോയാൽ അവിടെ കൊത്തിവെച്ച ലക്ഷക്കണക്കിന് പേരുകളിൽ 70% മുസ്ലിം പേരുകളായിരിക്കും. രാജ്യത്തിന് വേണ്ടി ജീവൻ പൊലിച്ച ആ മഹത്തുക്കളിൽ അള്ളാഹുവിന്റെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. നോക്കൂ, നമ്മളെ ബഹുമാന്യരായ ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമര നേതൃത്വവും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗവും ചെയ്തിട്ടുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദ്, അതുപോലെ തന്നെ അലി സഹോദരന്മാർ, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, ആലി മുസ്ലിയാർ, കുഞ്ഞാലി മരക്കാര്, ഉമർ ഖാലി, കുഞ്ഞഹമ്മദാജി, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി ധാരാളം നേതാക്കന്മാർ, പണ്ഡിതന്മാർ ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നാം ഈ രാജ്യത്തിന്റെ കാവലാളുകളായി മാറേണ്ടവരാണ്. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പോലും നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന, രാജ്യത്തെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മിൽ നിന്ന് വരാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം പോലെ ഇന്ന് ഏത് പാതിരാത്രിയിലും നാം വിശ്വസിക്കുന്ന മതം പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് നമുക്ക് പ്രബോധനം ചെയ്യാൻ അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തുകൊണ്ട്, ഏതെങ്കിലും അവിവേകികളായ അപക്വമതികളായ വാക്കുകളോ പ്രവർത്തനം എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനോട് ഒരു തരത്തിലുള്ള വിദ്വേഷമോ ഒരു തരത്തിലുള്ള വെറുപ്പോ നമുക്കുണ്ടാവാൻ പാടില്ല. നാം ഏറെ സ്നേഹിക്കുന്ന ഭൂമിയാണ് നാം ജീവിക്കുന്ന ഭൂമി എന്നുള്ളതാണ്. സ്വഹാബികൾ ചില ആളുകളൊക്കെ പണ്ട് കാലത്ത് രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോ അവർ ജീവിക്കുന്ന രാജ്യത്തിന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പോകുമായിരുന്നു എന്നാണ്. ആ ജീവിക്കുന്ന രാജ്യത്തോടുള്ള സ്നേഹം എവിടെ ചെന്നാലും അതിന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്, അത്രമാത്രം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ശത്രുക്കൾ നമ്മെ പ്രകോപിതരാക്കാൻ, ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവരാക്കി മാറ്റാൻ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കും. പ്രിയപ്പെട്ട യുവാക്കളെ, നാം അതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യവും സമാധാനവും നഷ്ടമാകുന്നത് നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളെയും ഈ രാജ്യസ്നേഹം പറഞ്ഞു കൊടുത്തുകൊണ്ട് വളർത്തേണ്ടതാണ്. മാത്രമല്ല, നാം മനസ്സിലാക്കുക, നാം മതപ്രബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മതം പ്രബോധനം ചെയ്യുമ്പോ അത് മറ്റവന്റെ മതത്തെ അപഹസിച്ചുകൊണ്ടോ അതിനെ നിന്ദിച്ചുകൊണ്ടോ അല്ല. ഓരോരുത്തർക്കും അവനവന്റെ മതവും സംസ്കാരവും അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാജ്യം അവകാശം നൽകുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയിട്ട് നാം ഈ നാട്ടിൽ ഒന്നാമത് തന്നെയാണ്, രണ്ടാമതല്ല എന്ന ബോധം നമ്മുടെ മക്കൾക്ക്, ആ ധൈര്യം നമ്മളെ രണ്ടാമതാക്കാൻ, നമ്മളെ പിന്നിലാക്കാൻ വേണ്ടി പല ശക്തികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന്റെ മുന്നിൽ നിന്നവരാണ് നമ്മുടെ മുൻഗാമികള്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെയാണ്, പിന്നിലല്ല എന്ന് നമ്മുടെ മക്കൾക്ക് ധൈര്യവും സമാധാനം അഭിമാനവും ഉള്ളവരാക്കി വളർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തിന്റെ ഈ അഖണ്ഡതയും ഐക്യവും നിലനിർത്തുമാറാകട്ടെ. രാജ്യനിവാസികളായ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ഈ രാജ്യത്തിന്റെ ഭദ്രതയും അഖണ്ഡതയും തകർക്കുന്ന ഏതൊരു പ്രവൃത്തി ആരിൽ നിന്നുണ്ടായാലും അള്ളാഹു അത് പരാജയപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعصمنا من النار، اللهم اعصمنا من النار.
ولا تشغلنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.